ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാഷണലൈസേഷൻ എന്താണെന്നാണ്. വാട്ട് യു മീൻ ബൈ റാഷണലൈസേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ സിമ്പിളാണ് കാര്യം. വാട്ട് ഈസ് റാഷണലൈസേഷൻ വെച്ചാൽ to make the denominator free from square root, we multiply numerator and denominator by an irrational number. Such a number is called rationalization factor. ഒരു റാഷണലൈസേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പറിനെ ഫ്രീ ആക്കിയിട്ട്, ദാറ്റ് ഈസ് ഫ്രീ ആക്കുന്ന വെച്ചാൽ ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട്സ് ഉണ്ടാവും. സ്ക്വയർ റൂട്ട്സുള്ള നമ്പേഴ്സ് എന്താണ്, പൊതുവെ ഇറാഷണൽ നമ്പറാണ്. ഇറാഷണൽ നമ്പറിനെ നമ്മൾ ഫ്രീ ആക്കിയിട്ട് നമ്പറിന് സ്ക്വയർ റൂട്ട് ഫ്രീ ആക്കിയിട്ട് മാറ്റുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇറാഷണൽ നമ്പർ അതേ ഇറാഷണൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിനെയാണ് റാഷണലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ, 1/√7 ആണ്. ഇവിടെ റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിൽ റൂട്ടുള്ള ഒരു സ്ക്വയർ റൂട്ടുള്ള ഒരു നമ്പറാണ്. സ്ക്വയർ റൂട്ടുള്ള നമ്പർ എന്ന് വെച്ചാൽ അത് ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ സ്ക്വയർ റൂട്ടുള്ള നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, 1 × √7 / √7. 1 × √7 എന്താ, √7 തന്നെയാണ്. നെക്സ്റ്റ് √7 × √7 എന്ന് വെച്ചാൽ അത് 7 ആയിരിക്കും. കാരണം ഒരു നമ്പർ കിട്ടുക, രണ്ട് റൂട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എന്താണ് ഒരു കോമൺ നമ്പർ കിട്ടൂ. കണ്ടോ, √7 മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടും. √3 മൾട്ടിപ്ലൈ ചെയ്താലും 3 ആണ് കിട്ടുന്നത്. സോ അത് ആൻസർ ഇസ് √7/7 ആണ്. ഇതാണ് നമുക്ക് റാഷണൽ ഫ്രീ ആയി. ഇവിടെ സ്ക്വയർ റൂട്ട് ഫ്രീ ആയിട്ട് വന്നില്ലേ, ഇതിനാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ വെച്ചാൽ 5/2 - √3 ആണ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ 5 അവിടെ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്റർ ഫ്രീ ആണ് ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് ഫ്രീ ആക്കണം, സ്ക്വയർ റൂട്ട് ഫ്രീ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മിഡിലുള്ള സൈന് മൈനസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ മിഡിലിൽ പ്ലസ് ആയിരിക്കണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കാം, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇടണം. അപ്പോൾ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇത് ബ്രാക്കറ്റിൽ വരും അല്ലേ. ദെൻ 5 × 2 + 5 × √3 ആണ് വരുന്നത്. അപ്പോൾ 5 × 2 10 ആണ്, പ്ലസ് 5 × √3 5√3 ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ a + b × a - b ആ ഒരു ഫോമിലാണ് ഇത് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, a + b ആൻഡ് a - b ഫോമിലാണുള്ളത്. അപ്പോൾ അത് ഏത് ഐഡൻറ്റിറ്റിയാണ്, a² - b² ഐഡൻറ്റിറ്റിയാണ് a + b × a - b. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 - √3 2 + √3 അതെന്തായി മാറും, 2² - √3² മാറും. 2² 4 ആണ്, √3² എന്ന് വെച്ചാൽ എന്താ, √3 × √3 അത് 3 ആണ്. സോ നമുക്കെന്ത് വന്നു, 10 + 5 √3/1 വരും. കാരണം എന്താ, 4 - 1 അല്ലേ, 1. ദെൻ ദ ആൻസർ ഈസ് 10 + 5 √3 ആണ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ √5 ആണെന്നുള്ളത്. ന്യൂമറേറ്ററിൽ ഏത് നമ്പർ ആയെങ്കിലും പ്രശ്നമില്ല, ഡിനോമിനേറ്ററാണ് സ്ക്വയർ റൂട്ട് ഫ്രീ ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × √5 3√5 ആണ്, √5 × √5 5 ആണ്. സോ ദ ആൻസർ ഈസ് 3√5/5. നെക്സ്റ്റ് 3/2 √5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ √5നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × √5 ഡിവൈഡഡ് ബൈ എന്ത് വരും, 2 √5 ഓൾറെഡി ഉണ്ട് അല്ലേ, 2 √5 ഓൾറെഡി ഉണ്ട്, ഇൻറ്റു എന്ത് വന്നു, √5 വന്നു. ഇവിടെ √5 × √5 നമുക്ക് എന്തെടുക്കാം, 5 ആവും, 5 ആയിട്ട് മാറും. ദെൻ 3 × √5 3√5/2 × 5 വന്നു. ദെൻ 3√5 അവിടെ അങ്ങനെ ഉണ്ട്, 2 × 5 10 ആണ്. സോ ദ ആൻസർ ഈസ് 3/10 × √5 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു ഫോമിലും എഴുതാം. ഇത് രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. √2 + √5 ഡിവൈഡഡ് ബൈ √3. ഇവിടെ നമ്മൾ വിചാരിക്കും ഏത് റൂട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഒന്ന് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മൾ ഡിനോമിനേറ്ററിലുള്ള റൂട്ടിനെയാണ് ക്യാൻസൽ ആക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള റൂട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ √3/√3. ഇവിടെ ഡിനോമിനേറ്ററിൽ √3 ആണുള്ളത്. സോ √3/√3 ആണ്. ദെൻ √2 × √3 എന്ന് വെച്ചാൽ 2 × 3 എന്താണ്, നോർമലി 6 ആണ്. √2 × √3 എന്താ, √6 ആയി മാറും. 5 × 3 എന്ന് വെച്ചാൽ 15 ആണ്. അങ്ങനെയാണെങ്കിൽ √5 × √3 √15 ആയിരിക്കും, ഡിവൈഡഡ് ബൈ √3 × √3 എന്താ, 3 ആണ്. സോ ദ ആൻസർ ഈസ് √16 + √5 ഡിവൈഡഡ് ബൈ 3. സോ ഇത്ര തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് വൈൻഡപ്പ് ആക്കുന്നത്. ക്ലാസ്സൊക്കെ മനസ്സിലായോ?
അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി ഇനി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ്